ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടെ ഇവിടങ്ങളായി ഇരുന്നുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ക്ഷേമമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ക്ഷേമമായിട്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല യുദ്ധസേവ ചെയ്യുക അഥവാ നല്ല പോരാട്ടം കഴിക്കുക. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമുള്ള ജീവിതമാണ് എന്നും നമ്മൾ ഒരു പോരാട്ടക്കളത്തിലാണ്. അവിടെ നമ്മൾ നല്ല പോരാട്ടം കഴിച്ച് മുന്നോട്ട് പോകേണ്ടത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുതയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന് പ്രായോഗികമായിട്ട് ആ വാക്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വസ്തുതകളെ നമ്മൾ നിരീക്ഷിക്കുകയുണ്ടായല്ലോ. അതിന് തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച നല്ല പോരാട്ടം കഴിക്കുക എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്തീയ ജീവിതം പോരാട്ടമുള്ള ക്രിസ്തീയ ജീവിതമാണ് എന്ന് പറയുമ്പോൾ ഈ പോരാട്ടം വിജയിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ മുറുകെ പിടിക്കണം. കഴിഞ്ഞ ആഴ്ചയും അത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ആ വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാതൊന്നും പ്രാർത്ഥനയും കർത്തൃഭാവവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായിരുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനം കേൾക്കുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തലനുമായി എല്ലാവർക്കും തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകെ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകരണം വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പോരാട്ടമുള്ള ജീവിതം അതിനെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ പ്രാർത്ഥനയാലല്ലാതെ ഒരു വിശ്വാസിയുടെ ജീവിതം പോരാടി വിജയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തിയാലാണ് നമ്മൾ വിജയം വരിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വേദഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് മാത്രം ഒന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഒരു അനിവാര്യതയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും കുറിച്ച് ഉദ്ദേശിക്കുന്ന വസ്തുതയാണ്. പ്രാർത്ഥനയിൽ നമുക്ക് എത്രമാത്രം പോരാട്ടം നടത്തുവാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം എത്രമാത്രം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണം. അത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ബുദ്ധി ഉപദേശമാണ്. നാം എല്ലാവരും അതിന് സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ ഒരു വിശ്വാസി തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒരു ട്രാക്കിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ മലയാളം ബൈബിളിൽ എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിള് നോക്കുന്നവർക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ എന്നുള്ള ഒരു പദമാണ് പ്രാരംഭ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മലയാളം ബൈബിളിലെ അത്
രണ്ടാമത്തെ വാക്യത്തിന് അവസാന ഭാഗത്താണ് കാണുന്നത്, എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനവും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ താനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ വളരെ പ്രാധാന്യതയോടുകൂടെ പറയുന്ന സകലത്തിനു മുമ്പ്, ഫസ്റ്റ് ഓഫ് ഓൾ സംഭവിക്കേണ്ട കാര്യം എന്താണ്? പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പദപ്രയോഗം നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, വിശ്വാസ ജീവിതത്തിന്റെ പോരാട്ടത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെയുള്ള പോരാട്ടമാണ് ആദ്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും തുടക്കം പ്രാർത്ഥനയിലൂടെ ആകണം എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയാൽ അല്ലാതെ എന്തെങ്കിലും ആരംഭിച്ചാൽ അതിന് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല. അത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടെ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ആരംഭിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ കൂടെ ക്രമീകൃതമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം അതിന് നല്ല ഒരു പരിസമാപ്തിയിലേക്ക്, നല്ല ഒരു വിജയത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ പോരാട്ടത്തോടനുബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആദ്യം എല്ലാറ്റിനും മുമ്പേ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗരിക്കണം എന്നുള്ളൊരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പോരാട്ടത്തിൽ പ്രഥമ പരിഗണന പ്രാർത്ഥനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ, ഈ ജീവിതം എനിക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് അങ്ങയുടെ കൃപ അനിവാര്യമാണ്, അതിന് എനിക്ക് അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ ആ സവിധത്തിൽ ഇരിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകണമേ, പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ അതിന് വളരെ വിജയം ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുതിയ നിയമസഭയുടെ പ്രാരംഭ നാളുകളിൽ തന്നെ നമ്മളത് വായിക്കുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്, അതുകൊണ്ട് വായിക്കുവാനായിട്ട് ആവശ്യമില്ല. പ്രവൃത്തികളുടെ പുസ്തകം 2:42 നമുക്ക് അറിവുള്ളതാണല്ലോ. ആദിമസഭ, ആ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ തന്നെ അവർ കൂടി വന്നത് എന്തിനാണ്? പ്രാർത്ഥനയ്ക്കും. മറ്റു ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ കൂടി വരണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, അതിനുശേഷം നിങ്ങൾ യെരൂശലേമിലും എല്ലാ യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നൊക്കെ കർത്താവ് അവരോട് പറയുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, അവർ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ ഇരിക്കണം, അവർ ഒരുമിച്ച് ഏകഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയം പകരണം എന്നുള്ള ആഗ്രഹമായിരുന്നു ദൈവത്തിന്, കർത്താവിന് അവരെക്കുറിച്ച് ഉണ്ടായിരുന്നത്. നമ്മൾ അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അനേക തവണ അവർ ഒരുമനപ്പെട്ടു കൂടി വന്നു. പ്രാർത്ഥനയ്ക്കായിട്ടും മറ്റ് ദൈവവചന പഠനത്തിനായാലും അപ്പം നുറുക്കുന്നതിനായാലും അവർ ഏകഹൃദയത്തോടെ, വൺ മൈൻഡോടുകൂടെ, ഏകഹൃദയത്തോടുകൂടെ അവർ ഒരുമിച്ച് കൂടി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. അവർ ആ ഏകഹൃദയത്തോട് കൂടി വന്ന സമയത്ത് വ്യത്യസ്തമായ സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളായിരുന്നു അവിടെ കൂടി വന്നിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ പൗലോസ് ഉണ്ട്, അപ്പോസ്തലന്മാർ 12 പേരുണ്ട്. പൗലോസില്ല, പത്രോസ് ഉണ്ട്, അപ്പോസ്തലന്മാർ 12 പേരുണ്ട്. ഈ 12 പേരും വ്യത്യസ്ത ചിന്താഗതികളുള്ളവരായിരുന്നു. ഒരാള് നഷ്ടപ്പെട്ടു പോയി, അദ്ദേഹത്തിന് വേണ്ടി പകരമായിട്ട് വേറൊരാളെ തിരഞ്ഞെടുക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ 11 ഇനി വരാനായിട്ട് പോകുന്ന ഒരാൾ, അതുപോലെ തന്നെ മറ്റ് കർത്താവിൻ്റെ അമ്മയുണ്ട്, മറ്റ് ചില സഹോദരിമാരുണ്ട്. അവർക്കെല്ലാവരും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. മത്തായിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി ഒരു ചുങ്കക്കാരനായ മനുഷ്യനായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഒരു എരിവുകാരനായ മനുഷ്യനുണ്ടായിരുന്നു. എരിവ് ചിന്താഗതിയോടുകൂടെ വളരെ ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വലിയ രാഷ്ട്രീയമായ ചിന്താഗതികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മത്തായിയും ഈ എരിവുകാരനായ ശീമോനുമൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ ജീവിച്ച വ്യക്തികളായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏകഹൃദയത്തോടു കൂടെ അവർ ഒരുമിച്ച് വന്നപ്പോൾ ഈ വ്യത്യസ്തതയൊക്കെ അവർ മാറ്റിവെച്ചിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയം പകരുകയാണ്. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം, ചില സംശയങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു.
കർത്താവിനോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തോമസിനെ കുറിച്ച് വായിക്കാൻ നമ്മൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പോലും അദ്ദേഹം വേറൊരു വ്യത്യസ്ത ആംഗിളിൽ നിന്നുകൊണ്ടാണ് നോക്കിക്കാണുന്നത്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഏക ഹൃദയത്തോടു കൂടി ഇരുന്ന് ഈ വ്യത്യസ്തതകളെല്ലാം അവർ മാറ്റിവെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്താഗതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. ആ വ്യത്യസ്തതകളിൽ തന്നെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഏക ഹൃദയത്തോടു കൂടെ ദൈവജനം ഒരുമിച്ച് കൂടി വന്ന കർത്താവേ, ഈ പോരാട്ടമുള്ള ലോകത്ത് പ്രാർത്ഥനയാലല്ലാതെ ഞങ്ങൾക്ക് വിജയം വരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഏക ഹൃദയത്തോടു കൂടെ ഞങ്ങൾ സഭയായിട്ട് വ്യക്തികളായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം നമ്മൾ പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോരാട്ടം വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എവിടെ ദൈവജനം ഒരുമിച്ച് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി കൂടി വന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവരെ കൊണ്ട് ദൈവം പലവിധമായ കാര്യങ്ങൾ നിർവഹിച്ചതിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം തന്നെ അതിന് ഉദാഹരണമാണ്. അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നു, അപ്പോസ്തലന്മാർ ജാഗരിച്ച് പ്രാർത്ഥിച്ചു, ദൈവസഭ ഒരുമനപ്പെട്ട ചില കാര്യങ്ങളെ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് തുടങ്ങി. അവിടെയൊക്കെ അവർക്ക് വിജയം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ എന്താണ് പ്രാർത്ഥനയോടുകൂടെ ഒരു മനോഭാവം, അതിനുവേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോരാട്ടം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദൈവത്തിൽ തന്നെ എത്രയോ വാക്യങ്ങൾ നമുക്കുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ പ്രേ വിത്തൗട്ട് സീസിങ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ആശയമുണ്ട്. തെസ്സലോനിക്കർ 5 ആ ഒരു ആശയത്തോടനുബന്ധിച്ച് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ തന്നെ പൗലോസിന്റെ പ്രാർത്ഥന എന്നുള്ളത് തന്നെ ഒരു വലിയ വിശാലമായ പഠനമാണല്ലോ. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ തന്നെ ഈ പ്രാർത്ഥന എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെയും അദ്ദേഹം അത് തന്നെ ഊന്നി പറയുകയാണ്. എല്ലാറ്റിനും മുമ്പേ ദൈവജനം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുള്ള ഒരു മനസ്സുണ്ടാകണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള ചിലരെയാണ് ദൈവം എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന് 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ദൈവം പറയാണ്, ജനത്തിനും ദൈവത്തിനും നടുവിൽ നിൽക്കുവാനായിട്ട് ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിക്കുകയാണ്. ജനത്തിനു വേണ്ടി ദൈവത്തിനോട് അപേക്ഷിക്കുവാനായിട്ട്, ദൈവത്തിനും ജനത്തിനും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിനു വേണ്ടി, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അതിനുവേണ്ടി താല്പര്യമുള്ള ചില ആളുകളെ ദൈവം അന്വേഷിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിക്കാം. ഈ വർദ്ധിച്ചു വരുന്ന അക്രമവും അനീതിയും ഒക്കെ നിറഞ്ഞ ലോകത്ത് ചില വ്യക്തികൾ ദൈവസന്നിധിയിൽ ഇരുന്ന് മുഴങ്കാൽ മടക്കി എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ മനുഷ്യന് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട്, ദൈവത്തോട് യാചിക്കുവാനായിട്ട് ചിലരെ ദൈവം അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിൽ താല്പര്യമുള്ളവരാണ് എന്ന് നമുക്കൊന്ന് പരിശോധന കഴിക്കാം. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് താല്പര്യരാണ്, പലതിനും വേണ്ടി വളരെ തിരക്ക് പിടിച്ച ഒരു ജീവൻ നയിക്കുന്നവരാണ് നമ്മൾ. എന്നാലും ഈ ജീവിതത്തിൽ വിജയം കരിക്കുവാനായിട്ട് പ്രാർത്ഥന എന്നുള്ള ശക്തമായിട്ടുള്ള ആയുധം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കുറവാണ്. അതിനു വേണ്ടിയുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാറ്റിനും മുമ്പേ അത് ചെയ്യണം എന്ന് ദൈവത്തിന്റെ വചനം നമുക്കിവിടെ ബുദ്ധിയുപദേശം നൽകുന്നു. അതിനെ മുറുകെ പിടിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനാ ജീവിതം. നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥന ജീവിതം നമ്മുടെ സഭാപരമായിട്ടും അതുപോലെ തന്നെ പ്രയർ ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം ദൈവം നമുക്ക് നൽകട്ടെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നത്, താൻ സ്ഥിരമായിട്ട് പതിവ് പോലെ ചെയ്തു വരുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് 3 നേരം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. നമുക്കറിയാം, ദാനിയേൽ യെരൂശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് യെരൂശലേമിൽ ദേവാലയം ഉണ്ടായിരുന്നു. BC 605 അദ്ദേഹത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് യെരൂശലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിലെ ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെയുള്ള ഒരു ബോധം ദാനിയേലിനുണ്ടായിരുന്നു. നല്ല ഒരു ആത്മീക പാരമ്പര്യമുള്ള കുടുംബത്തിലായിരിക്കണം അദ്ദേഹം ജനിച്ചു വളർന്നത്. അതുകൊണ്ടാണ് തൻ്റെ മാതാപിതാക്കൾ തനിക്ക് ദാനിയേൽ, ദൈവം എൻ്റെ ന്യായാധിപതി എന്നുള്ള പേരൊക്കെ നൽകിയത്.
എന്നാൽ ഈ യെരൂശലേമിൽ നിന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ, ഒരു യൗവന കാലഘട്ടത്തിൽ തന്നെ താൻ ശത്രുവിനാൽ പിടിക്കപ്പെട്ട് ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോകുകയാണ്. പിന്നീട് വളരെ ഏറെ വർഷം അദ്ദേഹം ഈ ബാബിലോണിൽ ജീവിക്കുകയാണ്. പക്ഷെ എപ്പോഴും തൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്നുള്ളത് യെരൂശലേമിൽ താൻ കണ്ട ആ ദേവാലയം, അവിടെ നടക്കുന്ന ദൈവികമായ ആരാധന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവജനം കൂടി വരുന്ന അവസ്ഥ, അതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ദാനിയേലിനുണ്ടായിരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ താന് 3 നേരം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അവിടെ ദേവാലയമില്ല. BC 586 അവരുടെ ദേവാലയമൊക്കെ തകർന്ന് ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിവ് ദാനിയേലിനുണ്ടായിരുന്നു. പക്ഷെ അവസാനം താൻ യെരൂശലേമിൽ നിന്ന് പോന്ന സമയത്ത് കണ്ട ആ ദേവാലയത്തിന്റെ ചിത്രം തന്റെ മരണം വരെ തന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അവിടെ വീണ്ടും ഒരു ദേവാലയം ദൈവം മടക്കി കൊണ്ടുവരുമെന്നും പ്രാർത്ഥനയും ദൈവജനത്തിന്റെ ആരാധനയും ഒക്കെ അവിടെ നടക്കുമെന്നുമുള്ള വലിയ ചിന്ത, വലിയ ആഗ്രഹം, വലിയ പ്രത്യാശ ദാനിയേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് താന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യത്തെ 2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ കൊല്ലുവാനായിട്ട് നെബൂഖദ്നേസർ രാജാവ് ഉത്തരം കൊടുക്കുകയാണ്. താൻ കണ്ട ആ ദർശനത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് കഴിയാത്തതുകൊണ്ട് മറ്റുള്ള മന്ത്രവാദികളെയും മറ്റുള്ള ആളുകളോടും ചേർന്ന് ഇവരെയും കൊല്ലുവാനായിട്ട് അദ്ദേഹം ഉത്തരവിടുകയാണ്. പക്ഷെ നമ്മൾ വായിക്കുന്നത് ദാനിയേൽ ഓടിച്ചെന്ന് തൻ്റെ സഹപ്രവർത്തകരായിരുന്ന തൻ്റെ കൂട്ടുകാരായിരുന്ന ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൂട്ടിച്ചേർത്ത് അവർ ആ ബാബിലോണിയ പ്രവാസത്തിൽ ഒരു ചെറിയ പ്രെയർ സെല്ല് ഫോം ചെയ്ത് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ദാനിയേലിന് ആ കാര്യങ്ങളെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. രാജാവിൻ്റെ ആ കോപത്തിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാനായിട്ട് സാധിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളും അനുഭവിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഇതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാറ്റിനും മുമ്പേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്തു വരുവൻ എന്നുള്ള ഒരു സാരോപദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകട്ടെ. അപ്പോൾ എല്ലാറ്റിനും മുമ്പേ പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ള ആശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു പദപ്രയോഗം, അതും മലയാളം ബൈബിളിൽ അല്പം താഴെയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന കഴിക്കണം എന്ന് നമുക്ക് ഒരാശയം കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മലയാളം ബൈബിളിലെ 2ാമത്തെ പദം അതാണ്. എന്നാൽ സകല മനുഷ്യർക്കും. അപ്പം പ്രാർത്ഥന കഴിക്കേണ്ട ആർക്ക് വേണ്ടിയാണ്? കേവലം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ അല്പം കൂടെ കടന്ന് നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് കീഴോട്ട് പറയുമ്പോഴാണ് രാജാക്കന്മാരെയും അധികാരസ്ഥന്മാരെ കുറിച്ചും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ കേവലം സ്വാർത്ഥമായ ചിന്താഗതിയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് വിശാലമായ ഒരു മനസ്സോടുകൂടെ എല്ലാ ആളുകളെയും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. എങ്കിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആവശ്യമുള്ള ആളുകളെ കുറിച്ച്, പ്രാർത്ഥനയുടെ സപ്പോർട്ട് ആവശ്യമുള്ള ആളുകളെ കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകുമ്പോൾ അവരെ പ്രാർത്ഥനയിൽ ഓർക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ദൈവവചനത്തിന്റെ ഒരു പ്രമാണമാണ്. അത് നമ്മൾ നിർവഹിക്കണം. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഉണ്ടാകണം. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാർത്ഥമതികളും സ്വാർത്ഥവാന്മാരുമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ തീരരുത്. നേരെ മറിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആശയം. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ നമുക്കറിയാം, പൗലോസിന് വളരെ തിരക്ക് പിടിച്ച ശുശ്രൂഷ ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത സഹപ്രവർത്തകരുടെ പ്രതിസന്ധികൾ അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ താൻ കണ്ടുമുട്ടിയ എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു ഹൃദയവാഞ്ച പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ലേഖനങ്ങളിൽ പേര് പറഞ്ഞ് പലരുടെയും ഒക്കെ ചരിത്രം താൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും, അവരെ ഓർത്തപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെയൊക്കെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അവരെ കുറിച്ച് ഓർത്തപ്പോൾ ഏത് രീതിയിലാണ് താൻ പ്രാർത്ഥിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ കാരാഗ്രഹ ലേഖനത്തിലൊക്കെ
നമ്മൾ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. അവര് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവൻ നയിക്കേണ്ടതിന് വേണ്ടി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. കേവലം അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ രോഗങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ ചിന്തയുണ്ടായിരുന്നു. തിമോഥെയോസിന് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി, വയറിനൊരു അസ്വസ്ഥ ഉണ്ടായി, അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അവരുടെ ഭൗതികമായ ശാരീരികമായ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തയും പ്രാർത്ഥനയും പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് ഇവരെ എല്ലാം ഓർക്കുമ്പോൾ അവരുടെ ആത്മീകമായ വളർച്ചയെക്കുറിച്ചുള്ള വലിയ ചിന്ത പൗലോസ് അപ്പോസ്തലനെ ഭരിച്ചിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതിപ്രാധാന്യമേറിയിരിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ മതിയായ വിഷയങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മതിയായ വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ചിന്ത ആളുകളെ ഭരിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നൂറുകണക്കിന് വിഷയങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് എത്തുകയാണ്. നിങ്ങൾ ചിലരെങ്കിലും വളരെ കൃത്യതയോടുകൂടെ ഓരോ വിഷയങ്ങളെയും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പല വിശ്വാസികളെയും പല വ്യക്തികളെയും എനിക്കറിയാം. ധാരാളം വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മുടെയും ജീവിതം അങ്ങനെ ആയിത്തീരട്ടെ, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കവും കാഴ്ചപ്പാടും നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ടാകണം. കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകള്, ചിന്തകള് ഒക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ കലാലയങ്ങളിലേക്കൊക്കെ അയക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി അയക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് ദൈവം നൽകട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് മോശയെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം ഫറവോന്റെ പുത്രി മോശയുടെ അമ്മയോട് പറയുന്ന ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തുക. മലയാള ബൈബിൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുല കൊടുത്ത് വളർത്തുക. എന്നാൽ ഇംഗ്ലീഷ് ബൈബിള് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തുക, എനിക്ക് വേണ്ടി മുല കൊടുത്ത് വളർത്തുക എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നിനക്ക് നിന്റെ ശമ്പളം തരാം. ഞാൻ ആ വാക്യം പലപ്പോഴും വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് തന്നെ വന്ന ഒരു വാക്കായിരുന്നെങ്കിൽ, ദൈവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എഴുതിയിരിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് മറ്റു വിഷയങ്ങളില്ല എങ്കിലും കർത്താവ് ഇത് അവിടെ നിന്ന് തന്നെ പറഞ്ഞ ഒരു വാക്കായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞിനെയും ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ടേക്ക് ദിസ് ചൈൽഡ്, ഈ കുഞ്ഞിനെ എടുക്കുക, നഴ്സിംഗ് ഫോർ മീ ആൻഡ് ഐ വിൽ പേ യുവർ വേജസ്, ഈ കുഞ്ഞിനെ കൊണ്ടുപോകുക, എനിക്ക് വേണ്ടി വളർത്തുക, ഞാൻ നിനക്ക് നിന്റെ ശമ്പളം തരാം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഭയിൽ, കോട്ടയം സഭയിലുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പൊതുസ്വത്താണ്. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന കട്ടപ്പന സഭയിൽ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ പൊതുസ്വത്താണ്. ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് ഇവരെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവം എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇവരെ എനിക്ക് അവിടെ നിന്ന് എന്നെ ഇവരെ വളർത്താനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു നല്ല പിതാവ് എന്നുള്ള നിലയിൽ ഇവരെ വളർത്താനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. അവരെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ദൈവം പറയാണ്, അങ്ങനെ വളർത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ട ശമ്പളം ദൈവം നൽകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ വഹിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാതെ അവരെ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ പ്രാർത്ഥനയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുമ്പോൾ ദൈവം പറയാണ്, ഐ വിൽ പേ യുവർ വേജസ്, ഞാൻ നിനക്ക് നിന്റെ ശമ്പളം തരാം എന്നുള്ള ഒരാശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു താല്പര്യവും ഒരുക്കവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. 3-ാമത്തെ ആശയം നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന ഉള്ളത് ഒരു പ്രാർത്ഥനാ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. അതിൽ പ്രത്യേകിച്ച് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വമാണ്.
ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ആശയം പലപ്പോഴും അങ്ങ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരുമിച്ച് കൂടുമ്പോൾ എപ്പോഴും അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും സഭാ പ്രാർത്ഥനയിലും ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം, ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കാം, എന്തിനാണ് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇവരുടെയൊക്കെ പ്രവർത്തന പദ്ധതി. ഇവര് സുവിശേഷത്തിന് അനുകൂലമായ ഒരു ഭരണ സംവിധാനം അല്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കണം അധികാരസ്ഥന്മാർക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു പ്രാർത്ഥനയിൽ കുറവ് വരുന്നത്. പക്ഷെ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഇത് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് എഴുതുന്നത്. കാരണം തിമോത്തിയോസ് എഫെസോസിലാണല്ലോ. അപ്പോൾ അവിടെ എഫെസോസിലെ സഭയെ പരിപാലിക്കുന്ന തിമോത്തിയോസിന് ബുദ്ധിയുപദേശങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നൽകുകയാണ്. അപ്പോൾ ആ എഫെസോസിലുള്ള വിശ്വാസികള് പീഡനത്തിന്റെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നീറോണിയൻ പെർസിക്യൂഷൻ, നീറോ മുഖാന്തരമുള്ള ആ പീഡനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇടയലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ രചിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ നീറോയുടെ കീഴിൽ പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളെ, എഫെസോസിലുള്ള വിശ്വാസികളെ, തിമോത്തിയോസിനെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും എന്ത് ചെയ്യണം? പ്രാർത്ഥന കഴിക്കണമെന്ന്. നോക്കുക, താന് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന, പിന്നീട് പൗലോസ് അപ്പോസ്തലൻ കൊല ചെയ്യപ്പെടുന്നതിന്റെ നീറോ ആയാലാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? രാജാവിന് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥന കഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര വിശാലമായ ഒരു ചിന്താഗതിയാണ് പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത്. ഇത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പല പ്രാവശ്യം വായിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ അധികാരസ്ഥനെയും ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ പദ്ധതികൾക്ക് അനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21:1 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്കിഷ്ടമുള്ളതിലേക്ക് അവൻ അതിനെ തിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കരത്തിൽ രാജാവിന്റെ ഹൃദയം ഒരു നീർത്തോട് പോലെ ഇരിക്കുകയാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. അതെങ്ങനെയാണ് തിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ സർവാധികാരത്തിന് വിധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം അതിനെ തിരിക്കുന്നു. അപ്പോൾ ഓരോ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയെയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ വ്യക്തിയുടെ ഹൃദയത്തെ തിരിക്കുവാനായിട്ട് ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, സാവധാനതയും സ്വസ്ഥതയുമുള്ള ഒരു ജീവനം കഴിക്കുവാൻ, നമ്മുടെ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ, സ്വസ്ഥതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാജാവിന്റെ ഹൃദയത്തെ, അധികാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തെ തിരിക്കുവാനായിട്ട് കഴിയുന്ന ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതൃ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? അതോ അവരൊക്കെ വേറെ ഒരു മനോഭാവത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അനിവാര്യതയല്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ, പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും അന്നുണ്ടായിരുന്ന ആദിമ ക്രിസ്ത്യാനികളും ഒക്കെ പീഡനം അനുഭവിക്കുന്ന സമയത്ത് പോലും ഇവർക്കൊക്കെ വേണ്ടി, നീറോയ്ക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ ശുശ്രൂഷയിൽ തന്നോടുകൂടെ സഹകരിക്കുന്ന തിമോത്തിയോസിനെയും ആ സഭയിലുള്ള മറ്റു വ്യക്തികളെയും പൗലോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസിൽ ഏർപ്പെടുത്തി, എഫെസോസിൽ വെച്ച് എനിക്ക് മൃഗയുദ്ധം ഏൽക്കേണ്ടതായിട്ട് തോന്നും. മിക്കവാറും അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, താനെ നീറോയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ റോമൻ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ മൃഗങ്ങളോട് കൂടെ മല്ലയുദ്ധം കഴിക്കുന്നതിന് വേണ്ടി ആളുകളെ വിടുമായിരുന്നു. ക്രിസ്ത്യാനികൾ പലരും അങ്ങനെ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ക്രൂര വന്യമൃഗങ്ങളുടെ മധ്യത്തിലേക്ക് അവരെ വിട്ട്. പൗലോസ് അപ്പോസ്തലൻ ആ ഒരു ഉദ്ദേശത്തിലാണോ അത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അവിടെ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി പോലും പൗലോസ് അപ്പോസ്തലൻ അഭിമുഖീകരിച്ചിരിക്കണം.
പക്ഷെ അപ്പോഴും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം മനസ്സ് കാണിച്ചു. അവരുടെ ഹൃദയത്തെ മാറ്റുവാനായിട്ടും അവർ മാനസാന്തരത്തിലേക്ക് വരുവാനുമായിട്ടുള്ള ഒരു വലിയ ആഗ്രഹം പൗലോസ് അപ്പോസ്തലൻ വെച്ച് പുലർത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങൾ: ഒന്ന്, പ്രാർത്ഥനയ്ക്കാണ് പ്രഥമ പരിഗണന ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. പോരാട്ടമുള്ള ഈ ജീവിതം വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയാൽ അല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളൊരാശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എല്ലാവർക്കും പ്രാർത്ഥനയിൽ സ്വാർത്ഥത പാടില്ല, എല്ലാവർക്കും വേണ്ടി വിശാല മനസ്സോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകണം എന്ന് നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്, വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥന കഴിക്കണം, ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇവിടെ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. നാലാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ആ വിഷയം വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കീഴോട്ട് വിശദീകരിക്കുമ്പോൾ ഒരു പ്രധാന ആശയം നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. പ്രേ ഇവാഞ്ചലിസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന ജീവിതം ഓരോ വിശ്വാസിയിലും ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കും. നോക്കുക, ആ വാക്യങ്ങളിലേക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാകും. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായ ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 4-ാമത്തെ വാക്യം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ടതിന് ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. അപ്പോൾ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്ര വിശദീകരണമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത്. എന്താണ് സുവിശേഷം എന്നുള്ളതിന്റെ ലളിതമായ അതിന്റെ ഡോക്ടറിലായിട്ടുള്ള ആ വിശദീകരണം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എന്നുള്ള ഒരാശയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സുവിശേഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളൊരു ആശയം നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന എപ്പോഴും എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ വ്യക്തമായ സുവിശേഷ കാഴ്ചപ്പാടുള്ളവർക്കേ പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നൊന്നുകൂടെ പറയട്ടെ, വ്യക്തമായ സുവിശേഷ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വായിക്കും. യേശുക്രിസ്തു ഏകൻ, അല്ലെങ്കിൽ ദൈവം ഏകൻ, ദൈവത്തിന് മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ. ആ ആശയം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥമായ സുവിശേഷത്തിന്റെ ഒരു ഡോക്ടറിനൽ ഉപദേശപരമായ ഒരു വസ്തുത. ഏക രക്ഷിതാവ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിൽ കൂടി മാത്രമേ ഒരുവൻ ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിനും മനുഷ്യനും മധ്യേ വേറൊരു മധ്യസ്ഥനുമില്ല. യേശുക്രിസ്തുവിൽ കൂടെ, പുത്രന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ പ്രാർത്ഥന സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാനായിട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടിയായാലും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരാശയം. അതാണല്ലോ സുവിശേഷത്തിന്റെ കാതലായ ഒരു ഉപദേശം എന്നുള്ളത്. ഇത് മനസ്സിലാക്കുന്നവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മറ്റുള്ള പലരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കി നിർത്തുന്നത്. മറ്റനേകം ആളുകള് യേശുക്രിസ്തുവും രക്ഷിക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കാം എന്നുള്ള ചിന്തയോടുകൂടി നാമധായ ക്രിസ്ത്യാനികളായ ആളുകൾ പോലും ആ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അനേകം മധ്യസ്ഥന്മാരെ വെച്ച് അവരിൽ കൂടെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. എന്നാൽ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായിട്ട് ഒരുവനേ ഉള്ളൂ, മനുഷ്യനായി തീർന്ന കർത്താവായ യേശുക്രിസ്തു. ഇത് മനസ്സിലാക്കുന്നത് ദൈവവചനം അനുസരിച്ച് ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കുന്ന വിശ്വാസ സമൂഹത്തിന് മാത്രമാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ്.
അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന നടത്തുവാനായിട്ട് കഴിയുന്നത് ഈ സത്യങ്ങളെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കാണ് ശരിക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം ഈ സുവിശേഷ സത്യങ്ങളെ വിശ്വസിച്ച നമ്മളാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. കാരണം ഈ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ചുള്ള ബോധവും അതിൻ്റെ ചിന്തകളും ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് നമുക്കാണ് കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഈ തിരുവചന സത്യങ്ങളെ വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ദൈവജനത്തിന് ഒരുമിച്ച് ഏക ഹൃദയത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ ഉള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കാം. ഇത് ആത്യന്തികമായിട്ട് ഇത് ബാധിക്കുന്നത് എന്തിനെയാണ്? സുവിശേഷത്തിന്റെ വ്യാപനത്തെയാണ് അല്ലെ? അപ്പം ഒരു പ്രദേശത്ത് ദൈവജനത്തിന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ആത്യന്തികമായിട്ട് സുവിശേഷത്തെയാണ്. നമ്മുടെ സാക്ഷ്യം ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതും ബാധിക്കുന്ന എന്തിനാണ്? സുവിശേഷത്തെയാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം ദൈവജനത്തിനിടയിൽ വിമർശകരായ ആളുകൾ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അത്യധികമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാനാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതെല്ലാം അത്യന്തികമായിട്ട് ബാധിക്കുന്നത് എന്താണ്? സുവിശേഷത്തെയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ സാക്ഷ്യക്കുറവ് കൊണ്ടോ അത് സുവിശേഷത്തെ ബാധിക്കുന്നുവെങ്കിൽ നാം ഏവരും കുറ്റക്കാരാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നത്, സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു ജീവിതവും സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനാ ജീവിതവും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഉത്ബോധം, അതിനുവേണ്ടിയുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമുക്കാണ് യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ. കാരണം അപ്രകാരമാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം കൃത്യത പുലർത്തുന്നുണ്ട്? ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ആണ് അതിനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദിമസഭ അത് ചെയ്തപ്പോൾ സുവിശേഷം വ്യാപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താത്തതിൻ്റെ ഒരു മുഖ്യമായ കാരണം എന്നുള്ളത് പ്രാർത്ഥനയിലുള്ള കുറവാണ്. ചാൾസ് സ്പർജനെ കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സ്പർജൻ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ വളരെ സമർത്ഥമായിട്ട്, വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കുന്നു, വചനം വളരെ സമർത്ഥമായിട്ട് നൽകുന്നു, താങ്കളെ കൊണ്ട് ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല ആളുകളും താങ്കൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, താങ്കൾക്ക് വേണ്ടി താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേകമായ കഴിവുകളെ കുറിച്ചൊക്കെ വാചാലരാകാറുണ്ട്. പക്ഷെ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? സ്പർജൻ ഇങ്ങനെ മറുപടി പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. പ്രാർത്ഥന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ട്. പ്രേ